അന്നത്തെ കൂലിപ്പണിക്കാർക്ക് ഒരു ദിവസത്തെ കൂലി 1 രൂപയേ ഉള്ളൂ, വെറും 1 രൂപയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് അത്രയും പണി ചെയ്തപ്പോഴത്തേക്ക് 1.5 രൂപ കിട്ടി. ഞാനൊരു ബേക്കറി ചെന്ന് ചോദിച്ചു, എനിക്ക് കുറച്ച് കുരിശ് വരച്ച റൊട്ടി തരാമോ, എനിക്ക് എന്നെ എടുത്തുകൊണ്ട് വിൽക്കാനാണ്. അപ്പോൾ എൻ്റെ ഈ കാശൊന്നും തരാനില്ല, വ്യത്യാസം വരുമ്പം കാശ് തരാം. പഴയ നോട്ട് ബുക്കും പുസ്തകമൊക്കെ കൊണ്ട് വേണമെന്ന് ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ 200 നിർത്തില്ല, അത് മേടിച്ചു. അപ്പോൾ അതിൻ്റെ പകുതി വരെയേ ഉള്ളൂ. അത് മേടിച്ചുകൊണ്ട് പോകുന്ന വഴിക്കൊരു ഗുണം കിട്ടി. എന്നാന്ന് പറഞ്ഞാൽ അതിനകത്ത് 3ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും പാഠപുസ്തകം ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ചുമ്മാ ഇരിക്കുമ്പം അതിനകത്ത് കവിതകളൊക്കെ വായിച്ച് മനസ്സിലാക്കും. ആദ്യമേ എനിക്ക് കിട്ടുന്നത് ഒരു അവാർഡെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് വെച്ച് ഗ്രാസ് ഹോപ്പർ പുരസ്കാരം എന്ന് പറയുന്ന കട്ടിലക്കിടപ്പ് തുടങ്ങിയിട്ട് 2 വർഷത്തിലധികമായി. ഒത്തിരി നാൾ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സമയം പോകാൻ അപ്പോഴത്തേക്കും പണ്ട് പഠിച്ച ആ കവിതകളെല്ലാം ഓരോന്നും ചകഞ്ഞ് ഓരോന്നും പാട്ടും ഓർമ്മ വന്നും എന്നിട്ട് ഈ മരുമകളെ കൊണ്ടോ കൊച്ചുമക്കളെ കൊണ്ടോ ഒക്കെ എഴുതിക്കും. രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേയുള്ളൂ 91 വയസ്സുള്ള കാഞ്ഞിരത്താനം കൊല്ലംപറമ്പിൽ കുട്ടപ്പൻ ചേട്ടന്. നാട്ടിൽ അദ്ദേഹം അറിയപ്പെടുന്ന ആയുർവേദ പണ്ഡിതനാണ്. സ്വന്തമായി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളിലൂടെ പേരും പെരുമയും നേടിയ വല്യപ്പനാണ്. 82 വർഷം മുൻപ് കാണാതെ പഠിച്ച പാഠപുസ്തകത്തിലെ കവിതകൾ സമാഹരിച്ച് ഇദ്ദേഹം പുസ്തകവും ഇറക്കിയിട്ടുണ്ട്. മകൻ സാജു കുര്യൻ്റെ ഭാര്യ ബിൻസി, കൊച്ചുമകൾ അലേഷ്യ റോയി എന്നിവർ ചേർന്ന് വല്യപ്പച്ചൻ പറയുന്നത് കേട്ടെഴുതിയാണ് പുസ്തകം എഴുതിയത്. ധാരാളം പേർ പുസ്തകം വായിച്ച് അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തതായി അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 14 തീയതി 91 കിടന്നു. സ്കൂളിൽ പഠിച്ചെന്ന് പറയാനൊന്നുമില്ല. മണ്ണാർപ്പാറ സെൻറ്റ് സേവിയേഴ്സ് പ്രൈമറി സ്കൂളിൽ 4 ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നു. 4 ക്ലാസ് ഒറ്റ ഹാളിൽ എന്ന് പറഞ്ഞാൽ ഭിത്തിയൊന്നുമില്ല, ഒരു സ്ക്രീൻ പോലും ഇല്ല, ബെഞ്ച് കൊണ്ട് തിരിച്ചിരിക്കുന്നേ ഉള്ളൂ 4 ക്ലാസ്സും. അപ്പോൾ 1ൽ 2ലൊക്കെ ഇരിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും വേണമെങ്കിൽ ഇങ്ങനെ അറ്റത്തിരിക്കുന്ന പിള്ളേർക്കും വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 2ാം ക്ലാസ് വരെ സ്കൂളിൽ പോയുള്ളൂ. 2ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പോയില്ല. കാരണം 2 പ്രശ്നമാണ്. അന്നൊക്കെ ആ കാലത്ത് മുട്ടുമഴയാണ്, അപ്പം ചൂടിക്കൊണ്ട് പോകാൻ കുടയില്ല. പല പിള്ളേർക്കും ഓലക്കുടയുണ്ട്, എനിക്കതില്ല. പിന്നെ ഞാൻ വാഴയിലയുടെ ഇത് സൂചനയില ഇതിനോടൊക്കെ പോകുമായിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് പോകാനൊന്നും കാണിയില്ല. പിന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് അവിടെ നിന്ന് കഞ്ഞി കിട്ടും. പിന്നെയുള്ള കാലങ്ങളിലെല്ലാം അമ്മ ഇച്ചാച്ചനാണ് ശുദ്ധഗതിക്കാരനും കള്ളുകൂടി ശീലമായിരുന്നു. അത് കാരണം എല്ലാം നശിച്ചു പോയ കാരണം കുടുംബം നടത്താൻ വേണ്ടിയിട്ട് അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ജോലികൾ വീട്ടിലിരുന്ന് ചെയ്ത്. അപ്പോൾ അമ്മേനെ സഹായിക്കാനൊക്കെ കൂടി. അങ്ങനെ അമ്മേനെ അങ്ങനെ സഹായിക്കാൻ കൂടി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും വീട്ടിൽ മുറ്റത്ത് നിൽക്കുമ്പം ഈ പാടത്തിൻ്റെ മറുവശത്ത് 2 പേര് എന്തോ ചുമന്നുകൊണ്ട് പോകുന്നു. ഞാൻ ചോദിച്ചു, അമ്മേ അതെല്ലാം ചുമന്നുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ മാങ്ങ എന്നാണ്. മാങ്ങ കച്ചവടക്കാർ മാങ്ങ മേടിച്ചുകൊണ്ട് പോകുന്നത്. അന്നേരം ഒന്നും വേണ്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ അവിടെ എനിക്ക് 2 രൂപ തരാം മാങ്ങ കച്ചവടത്തിന്. 2 രൂപ തന്നെ. ആ 2 രൂപ കൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്ന് 100 മാങ്ങ തരാമെന്ന് ചോദിച്ചു. ആ 100 മാങ്ങയ്ക്ക് 1.5 രൂപ എന്ന് പറഞ്ഞു. കാലെന്ന് വെച്ച് 1.5 രൂപ എന്ന് പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞു. 1.5 രൂപ കൊടുത്ത് മാങ്ങ മേടിച്ചുകൊണ്ടെന്ന് ചന്ത കൊണ്ടുപോയി വിറ്റു. അരയാണ് വെച്ച്. അപ്പോൾ അരയാണ് വെച്ച് കഴിച്ചപ്പം 1.5 രൂപ ലാഭം കിട്ടി. അന്നത്തെ കൂലിപ്പണിക്കാർക്ക് ഒരു ദിവസത്തെ കൂലി 1 രൂപയേ ഉള്ളൂ, വെറും 1 രൂപയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് അത്രയും പണി ചെയ്തപ്പോഴത്തേക്ക് 1.5 രൂപ കിട്ടി. അങ്ങനെ മാങ്ങ കച്ചവടം ആദ്യത്തെ ഒരു കച്ചവടം കച്ചവടം ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം ഒരു 10-14 വയസ്സുള്ളപ്പോഴത്തേക്കും ഒരു 10 കിലോമീറ്ററുള്ള അകലെ ഒരു
പെസഹയുടെ തലേ ദിവസം ഒരു ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ അവിടെ ചന്ത ദിവസമായിരുന്നു. ഞാനൊരു ബേക്കറി ചെന്ന് ചോദിച്ചു, എനിക്ക് കുറച്ച് കുരിശ് വരച്ച റൊട്ടി തരാമോ, എനിക്ക് ഇന്നെ എടുത്തുകൊണ്ട് വിൽക്കാനാണ്. അപ്പോൾ എൻ്റെ ഈ കാശൊന്നും തരാനില്ല, പ്രത്യേകിച്ചും വരുമ്പം കാശ് തരാം, മിച്ചം വന്ന് എടുക്കുകയും ചെയ്യണമെന്നും തരാമെന്ന് പറഞ്ഞാലും അവിടെ ചെന്ന് ഒരു കൊട്ട നിറച്ച് പിന്നെ ഈ മുറിക്കാനുള്ള അപ്പം ട്രിപ്പത്തിന് പകരം മുറിക്കാനുള്ള അതും പിന്നെ ചെറിയ ബണ്ണും അത് ഒരെണ്ണയാണ്, അത് കൂടെ മേടിച്ച് എടുക്കാവുന്നിടത്തോളം ഇതുമായിട്ട് ഞാൻ പോയി. ഇത്ര ഒരു 8 കിലോമീറ്ററെങ്കിലും ഉണ്ട്. അവിടെ ചെന്ന് ചന്ത ചെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർ മുഴുവൻ റൊട്ടി. അവിടുന്ന് മടങ്ങിപ്പോരുന്ന വഴിക്ക് വഴിയരിയിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് അവിടെ ചേർന്ന് ഒരു ജാതി നിറച്ച് ജാതിക്കായിട്ട് കിടക്കണം. ഞാൻ അവിടെ കയറി ചോദിച്ചോളൂ, 100 ജാതിക്ക തരാമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒരു ജാതിക്കായ്ക്ക് അരയണ വിലയാണ്, എത്ര വേണേലും തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 100 മതി എന്ന് പറഞ്ഞു. അങ്ങനെ 100 മേടിച്ചു. ആ 100 ജാതിക്കായ്ക്ക് മേടിച്ച് കഴിഞ്ഞ് അരയണ വെച്ചു 3 രൂപ അവിടുത്തെ മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് കടയിൽ കൊണ്ടുപോയി ഈ വിറ്റൻ്റെ കാശും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കമ്മീഷൻ ഉള്ളത് എനിക്ക് തന്നു. അതുകൊണ്ട് വന്നപ്പോൾ ഈ ജാതിക്ക മേടിച്ചതിന് അരയണയ്ക്ക് മേടിച്ച് കൊടുത്തതിന് അത് ഉണക്കി കൊടുത്തപ്പോൾ ഒരെണ്ണയുടെ പിരിവ് കിട്ടി. അതായത് അതേ തന്നെ ജാതിക്കായി തന്നെ 3 രൂപ എനിക്ക് കിട്ടി. അപ്പോൾ ഒരു യാത്രയ്ക്ക് 2 തരത്തിലുള്ള ലാഭം. പിന്നെ അവിടെ കവലയിലടുത്ത് പള്ളിയുടെ വെഞ്ചരിപ്പിന് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേഷനറി കടയിൽ ചോദിച്ചാൽ എനിക്ക് കുറച്ച് കുപ്പി ഞാൻ അങ്ങനെ തരാമോ. അവിടെ പള്ളിയിലെ വെഞ്ചരിപ്പിന് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കാശൊന്നും തരാനില്ല, വിറ്റ് കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന രീതിയിൽ കുറച്ച് കുപ്പി പിഞ്ഞാണം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുപ്പി പിഞ്ഞാണങ്ങളെ വസ്തിപ്പിഞ്ഞാണി പീലീസ് ഇങ്ങനെ ഗ്ലാസ്സും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങളും അതുകൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ 3/4 ഭാഗത്തോളം തീർന്നു. അപ്പോൾ അതവിടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവരതിൻ്റെ കമ്മീഷൻ തന്നു. അപ്പോൾ അങ്ങനെ കച്ചവട വഴിയുടെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് ഈ പലചരക്കടയിലൊക്കെ സാധനങ്ങൾ പൊതിഞ്ഞ് കൊടുക്കുന്നത് പഞ്ചസാര, തേയില ഇങ്ങനെയുള്ള ചില സാധനങ്ങളെ പേപ്പറിനകത്ത് അല്ലാതെ വട്ടയിലക്കകത്താണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന കടയിൽ ചെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 15 രൂപ പഴയ പത്രം മേടിക്കാൻ പോകാനാണ്. അതുകൊണ്ട് എൻ്റെ നമുക്ക് കാശൊന്നുമില്ല, ഇവിടെ തന്നെ പേപ്പർ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ് 15 രൂപ തന്നു. അതുകൊണ്ട് പോയി അത് 5-8 കിലോമീറ്റർ അകലം വരെ പോയി. അന്ന് പത്രം വരുത്തുന്നതിന് തീരെ കുറവാണ്. അത് 2.25 രൂപയാണ്. 2 രൂപയോ 2.25 രൂപ ഏതാണ്ട് വരിസെങ്കിയുള്ളൂ. എന്നിട്ട് എടുക്കുന്നവർ തീരെ കുറവാണ്. അങ്ങനെ അപ്പോൾ 8 റാത്തലിന് 8 വെച്ചെടുത്തോളാമെന്ന് പറഞ്ഞു. റാത്തൽ എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് പിന്നെ 2 റാത്തലിൽ അധികം വരും. 1 റാത്തലിന് 8 പറഞ്ഞു. അപ്പം ഞാൻ പോയി ഈ കാശ് കൊണ്ട് പോയി വീട് വഴി പത്രം ഉണ്ടോ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞ് മേടിച്ച് 6 വെച്ച് മേടിച്ചു. 6 മേടിച്ച് കൊണ്ട് കൊടുത്തു. അവിടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ ലാഭം കിട്ടി. ഇപ്പോൾ സന്തോഷമായി. വീണ്ടും അതിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചില സ്ഥലത്ത് നിന്നും പഴയ നോട്ട് ബുക്കും പുസ്തകമൊക്കെ ഉണ്ട്, വേണമെന്ന് ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ 200 നിർത്തിയിട്ട് അത് മേടിച്ചു. അപ്പോൾ അതിൻ്റെ പകുതി വരെയേ ഉള്ളൂ. അത് മേടിച്ചുകൊണ്ട് പോകുന്ന വഴിക്കൊരു ഗുണം കിട്ടി. എന്നാന്ന് പറഞ്ഞാൽ അതിനകത്ത് 3-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിലെയും പാഠപുസ്തകം ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ചുമ്മാ ഇരിക്കുമ്പം അതിനകത്ത് കവിതകളൊക്കെ വായിച്ച് മനസ്സിലാക്കും. അത് മനസ്സിൽ മുദ്ര കുത്തും പോലെ നല്ല സാരോപദേശമുള്ള കവിതകളായിരുന്നു. അതെൻ്റെ കൊച്ചു മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഒന്നേനാം കൊച്ചു തമ്പി എൻ്റെ കൂടെ പോരുമോ നീ, നിൻ്റെ കൂടെ പോരും നാകിൽ എന്തെല്ലാം തരുമെനിക്ക്, കളിപ്പാൻ ഞാൻ കളം തരുവേൻ, കുളിപ്പാൻ ഞാൻ കുളം തരുവേൻ. മറ്റൊരു പാട്ടാണ്. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകും നീതാ പറന്നമ്മേ, തെറ്റി നീനാക്കുണ്ണി ചൊല്ലാം നൽകും പറ്റകളല്ലേ ഇതെല്ലാം. വണ്ടത്താനേ കളിയാടിടാൻ മരോതി, പാടില്ല പൂക്കളിലെ തേനൂരാൻ പോകുന്നു. ചെറുനായേ കളിയാടിടാൻ വരുമോനേ. അവൻ നല്ല സാരാംശമുള്ള പുസ്തകങ്ങളായിരുന്നു, കവിതകളായിരുന്നു. അതെല്ലാം സൂക്ഷിച്ചു വെച്ച് അങ്ങനെ പഠിച്ചു. അങ്ങനെ പത്രക്കച്ചവടം ചെന്ന്
അപ്പോൾ ഒടുവിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മരങ്ങാട്ടുപള്ളി മണക്കിനാട് അതിലെല്ലാം പോയൊക്കെ മേടിച്ചുകൊണ്ട് പിന്നെ ഇവിടെ വേണ്ടാത്ത പിന്നെ കോട്ടയത്ത് കൊണ്ട് വിൽക്കാൻ തുടങ്ങി. അങ്ങനെ കോട്ടയത്ത് കൊണ്ട് പത്രം കൊണ്ട് വിറ്റു. ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 25 വയസ്സായിരിക്കുമ്പോഴത്തേക്കും ഒരു ദിവസം ഒരു വൈകുന്നേരമല്ല ഉച്ച കഴിഞ്ഞ് ഒരു വയസ്സിന് വീട്ടിൽ കയറി വന്നു. വീട്ടിൽ നിശ്ചാനോട് എന്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പോകാൻ നേരത്ത് വയസ്സാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ നിശ്ചാൻ പറഞ്ഞാൽ അവർ 5 രൂപ വേണം. 5 രൂപ കൊടുത്തു. പോയി. അത് കഴിഞ്ഞ് ഞാനും കവലയ്ക്കൊക്കെ ഒന്ന് പോയി സന്ധ്യയായപ്പം വിളിച്ചപ്പോൾ മേഡം നിനക്ക് ഇച്ചാനും കല്യാണം ഉറപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലും അവിടെ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചമ്മ വാക്ക് പറഞ്ഞാണെങ്കിൽ നീ അത് നടത്തണമെന്ന് പറയും. ഞാൻ ആ പാടെ വളരെ വിഷമത്തിലായി. എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ചേട്ടനോട് വിവരം പറയും, ചേട്ടാ ഇങ്ങനെയാണല്ലോ, ഞാൻ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു. ആടെ ഞാനിവിടെ പോരാം അവിടെ ചെന്നപ്പം 7 പെൺമക്കളും 3 ആൺമക്കളും 10 മക്കളുള്ള ഒരു പെണ്ണിനെ മാത്രമേ കെട്ടിച്ചിട്ട് ബാക്കിയുള്ള 9 പേരും ആ വീട്ടിലുണ്ട്. ചെറിയ വീട് വളരെ. അങ്ങനെ ആ കല്യാണം നടത്തി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് അന്ന് എൻ്റെ 100 രൂപയാണ് സമ്പാദ്യമായിട്ടുള്ളത്. ആ 100 രൂപ സമ്പാദ്യമുള്ളപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു ഒരു 15 സെൻറ്റ് സ്ഥലം പണയം തരാം, ആധാരമൊന്നും വേണ്ട, ആവശ്യപ്പെടുമ്പോൾ 100 രൂപ തിരിച്ചും തരാം, അവിടെ കൃഷി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ 100 രൂപ കൊടുത്ത് അവിടെ കപ്പ കൃഷി ചെയ്തു 15 സെൻറ്റ് സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെയ്തപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് പറഞ്ഞു മെയിൻ റോഡ് സൈഡിൽ ഒരു 8 സെൻറ്റ് സ്ഥലമുണ്ട്, 1000 രൂപ പറഞ്ഞപ്പോൾ കൊടുത്തില്ല, പക്ഷേ ഇപ്പോൾ അതൊന്നും കിട്ടിയില്ല, നീ ഒരു കാര്യം ചെയ്യൊരു 500 രൂപ എന്ന് വെച്ചാൽ മതി, നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കാശിൻ്റെ ചേട്ടാ വേണ്ടെന്ന് പറഞ്ഞു. കുടുംബത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടും മൂലം 2ാം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ കഴിഞ്ഞില്ല. 3ാം ക്ലാസ്സിലേക്ക് ജയിച്ച ദിവസം പഠിക്കാനുള്ള പണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ പഠനം അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് അമ്മയോട് ചോദിച്ച് മാങ്ങാ കച്ചവടവും പത്രമാസികകൾ ശേഖരിച്ചുള്ള വിൽപ്പനയും ആരംഭിച്ചു. അതെ, അവിടെ നിന്നാണ് കുട്ടപ്പൻ ചേട്ടൻ്റെ വളർച്ച. 1990 ഞാൻ 90 മുമ്പ് കൊക്കോ കച്ചവടം വളരെ വിപുലമായ തോതിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ പച്ചക്കറി വിൽക്കാൻ പറ്റാണ്ടൊന്നിപ്പോഴും ഉണക്കാൻ തുടങ്ങി. സ്വന്തമായിട്ട് ട്രെയറൊക്കെ ഉണ്ടാക്കി ഉണക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് ആയപ്പോഴത്തേക്കും എടുത്ത് വന്ന സാധനം ഉണക്കയ്ക്ക് വില കുറഞ്ഞുകൊണ്ടിരുന്നു. മറ്റേത് ഞാൻ എടുത്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു നിൽക്കുകയില്ല, കൊക്കോ എടുത്തെല്ലാം കടമായിരുന്നു. ഒടുവിൽ കടം കയറി മൂടി, ഒരു രക്ഷയില്ല. ഉടനെ ഉണ്ടായിരുന്ന ഉണക്കക്കുരു കിട്ടിയ വിലയ്ക്ക് കൊടുത്തു. എന്നിട്ട് കിടപ്പാടം വിറ്റ് കിട്ടിയ കാശ് കൊണ്ട് കുറേയെല്ലാം കടം വീട്ടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാശ് കൊണ്ട് വന്നു. വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വിൽക്കാൻ പറ്റാണ്ട് കിടന്നൊരു ചെറിയ സ്ഥലം കിട്ടി, വെറും സ്ഥലം. അവിടെ ഒരു വീട് വെച്ച് താമസം തുടങ്ങി. അതിനോടിടയ്ക്ക് പത്രത്തിൻ്റെ ഏജൻസി ഉണ്ടായിരുന്നു. 30 വർഷം തുടർച്ചയായിട്ട് മനോരമ ദ്വീപ് പത്രത്തിൻ്റെ ഏജൻസി ഉണ്ടായിരുന്നു, 1961 മുതൽ 90 വരെ. അതുപോലെ തന്നെ കുറുപ്പന്തറ കവലയിൽ 20 വർഷക്കാലം ഞാൻ വൈദ്യനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അതും ചികിത്സയിൽ നിന്ന് നിലച്ചുപോയി. അപ്പോൾ കൊക്കോ കച്ചവടം നിലത്തുപോയി. വീട്ടിൽ ഇങ്ങനെ നിരാശനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നി സമയം പോകാൻ യാതൊരു മാർഗ്ഗമില്ല. എൻ്റെ പഴയ ഒരു കുറിപ്പുണ്ടായിരുന്നു, പൽപ്പൊടി ഉണ്ടാക്കാനുള്ള ഒരു കുറിപ്പ്. അതുകൊണ്ട് 20 ഗ്രാം വീതം എല്ലാത്തിനും എടുത്തൊരു പൽപ്പൊടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു 8 പാത്രത്തിൽ നിറച്ച് 20 ഗ്രാം വീതം. എന്നിട്ട് അങ്ങനെ അത് ഇരിക്കെ ചെയ്ത് എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞു, SPD ധ്യാനം തുടങ്ങാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകുന്നില്ലെന്ന് പറഞ്ഞു. എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 125 രൂപ വേണ്ടി, അത് എൻ്റെ ഇല്ലെന്ന്. അതല്ല, രൂപയുടെ അവിടെ ഇരിക്കട്ടെ, പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നീക്കോളാൻ പറഞ്ഞു. ഞാൻ പുള്ളിയുടെ പൈസ മേടിച്ചില്ല. അല്ലാണ്ട് തന്നെ ഞാൻ ധ്യാനത്തിന് പോയപ്പോഴത്തേക്കും ഇതിൽ നിന്ന് അപ്പോൾ ഈ പൽപ്പൊടി ഇങ്ങനെ ഒരു 6 ടിന്ന് ഇത്രയും ഇവിടെ ആവശ്യമില്ലല്ലോ എന്നൊരു മുറുക്കാവിടെ കൊണ്ട് കൊടുത്തു. എല്ലാവർക്കും വേണമെങ്കിൽ കൊടുത്തിട്ട് 2 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ബാക്കി 2 ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം വീട്ടിൽ വെച്ച് ഒരെണ്ണം കൊണ്ട് ഞാൻ ധ്യാനത്തിന് പോയപ്പോൾ കൊണ്ടുപോയി. അപ്പോൾ ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, ധ്യാനിപ്പിക്കുന്ന അച്ഛൻ പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്നവരെല്ലാവരും പലരും പ്രശ്നം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൊന്തയോ മെഴുതിരോ കൊണ്ടുവരികയാണെന്നൊരു കുർബാനയുടെ സമയത്ത് ആൾക്കാരെ വെച്ച് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ചെന്നാൽ അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ചിലരെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെയും കൊന്തയില്ല, മെഴുതിരിയില്ല, കാശുമില്ല കൊടുക്കാൻ. ഞാൻ ഈ പല്ല് തേക്കാൻ കൊണ്ടുവരിക്കുന്ന പൽപ്പൊടി എടുത്ത് കൊണ്ടുപോയി പെരയിട്ട് കൊടുത്തു. എന്നിട്ട്
അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പം പൽപ്പൊടി കൊണ്ട് ഓർമ്മിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ ദിവസവും വീടിനടുത്തുള്ള പള്ളിയിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. രാവിലെ പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു ദിവസം ഞാൻ പൽപ്പൊടി കൊടുത്ത ആളിൻ്റെ അടുത്ത് ചെന്നു. അപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, പൽപ്പൊടി ഇരിപ്പുണ്ട്, പൽപ്പൊടിക്ക് പലരും ആവശ്യക്കാരാണെന്ന് പറഞ്ഞു. പലരും ആവശ്യക്കാരാണെന്ന് ഞാൻ പറഞ്ഞു, ഇല്ല പൽപ്പൊടി ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇച്ചിരി ഉണ്ടാക്കാൻ പറഞ്ഞു. 1 കിലോ പൽപ്പൊടിക്കുള്ള സാധനങ്ങൾ മേടിച്ച് പൊടി ഉണ്ടാക്കി. അതും ഈ പറഞ്ഞ പോലെ തന്നെ 2 രൂപയ്ക്ക് കൊടുക്കത്തക്ക തരത്തിൽ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളിക്കാരൻ പറഞ്ഞു, പലരും പിന്നെ പൽപ്പൊടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ 5 കിലോ പൽപ്പൊടി ഉണ്ടാക്കി. 5 കിലോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടത് ഏതായിരുന്നാലും ശരി ഇതിനൊരു പേര് വേണം, അത് ഇതൊരു അനുഗ്രഹം കിട്ടിയതാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാനൊരു പ്രകൃതി ജീവനക്കാരനോട് കൂടിയാണ്. അപ്പം അനുഗ്രഹ പ്രകൃതി പൽപ്പൊടി എന്നുള്ള പേരും കൊടുത്തു. പൽപ്പൊടിയും കൊടുത്ത് അങ്ങനെ ഉണ്ടാക്കി. ഔഷധ സസ്യം നട്ട് പിടിപ്പിച്ചിട്ട് അതിന് ചിലവില്ലാതെ ഉണ്ടായിപ്പോയി. അതിനകത്തൊരു പ്രധാനമായിട്ടായിരുന്നു നീലയമരി. ആ നീലയമരി എനിക്ക് തോന്നി നീലയമരി മുടിക്ക് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളും കൂട്ടി ഹെയർ ഓയിൽ ഉണ്ടാക്കി. അതും ഇങ്ങനെ വൈദ്യരെ കൊടുത്ത് വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുപോയവരൊക്കെ നല്ലതെന്ന് പറഞ്ഞ് മേടിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും പിന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കി. താളിപ്പൊടി ഉണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പിന്നെ ഒരു താളിപ്പൊടി ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു, മുടി കറക്കാനായിട്ട് പിന്നെ വേറെ വല്ലതും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതുകൊണ്ട് തന്നെ കറക്കും, പക്ഷേ ഉടനെ ഉണ്ടാക്കിയിരുന്നുള്ളൂ, വേണമെങ്കിൽ അത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡൈലും ഉണ്ടാക്കി. എറണാകുളത്ത് ഒരു പ്രകൃതിയുടെ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു അവിടെ കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഔഷധ സോപ്പ് നിർമ്മിക്കുന്ന ഒരാൾ ഊണ് കഴിക്കാൻ അവിടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അയാളുമായിട്ട് ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ സോപ്പ് അലർജിയാണെന്നാണല്ലോ എല്ലാവരും പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു അലർജിയില്ല, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയ രീതിയിൽ വീട്ടാവശ്യം പോലെ ചാരം ഉണ്ടാക്കണമെന്നുള്ളതെന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. ഉടനെ എന്നോട് പറഞ്ഞു, എന്ന രീതിയിൽ കെമിക്കൽ ചേരും, പക്ഷേ അലർജി ഒന്നും ഉണ്ടാകില്ല, ഒരു കുഴപ്പമില്ലെന്ന് എന്നും പറഞ്ഞാൽ പുള്ളി പറഞ്ഞു തന്നു. സാറിന് അതും പ്രകാരം സോപ്പുണ്ടാക്കി അന്ന് മുതൽ ഇപ്പോഴും ആ സാധനം മദ്രാസിന് വരെ കൊണ്ടുപോകുന്നുണ്ട്. ആ സോപ്പ് 100 വീതം. അങ്ങനെ ആ സോപ്പുകളും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ചൊറിച്ചിലും പോച്ചിലും ഒന്നും ഉണ്ടാകില്ല. അതുകൂടാതെ ഒരു ടീച്ചർ പറഞ്ഞു, മുഖത്ത് പാടുകളൊക്കെ പോകാനായിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ നിലവാരമില്ലാത്ത, അതുകൊണ്ട് ചേട്ടൻ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി. അങ്ങനെ 8 കൂട്ടം സാധനങ്ങൾക്ക് ഞാൻ ഉൽപ്പന്നത്തിന് പിന്നെ രൂപം കൊടുത്തു. മദ്യനിരോധന സമിതി പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന നാളുകളിലാണ് കുറുപ്പന്തറയിൽ പ്രവർത്തിച്ചിരുന്ന കള്ളിഷാപ്പിനെതിരെ സമരം ചെയ്യുന്നത്. ജനഹൃദയങ്ങൾ ഒന്നിച്ച് കൈകോർത്തപ്പോൾ ഷാപ്പ് നിലച്ചു. എന്നാൽ അവിടെ ഒരു അത്ഭുതവും സംഭവിച്ചു. ഷാപ്പിരുന്ന സ്ഥലം ഒരു പ്രാർത്ഥനാലയമായി മാറി. ജെറീക്കോ പ്രാർത്ഥനാലയം. 1987 മുമ്പുള്ള കാലത്ത് കുറുപ്പന്തറ കവലയിലെ ഏറ്റവും വിറ്റുപിരിവ് കൂടുതലുള്ള സ്ഥാപനങ്ങളായിരുന്നു ഒന്ന് കള്ള് ഷാപ്പും ഒന്ന് ചാരാ ഷാപ്പും. ഈ 2 സ്ഥാപനം പ്രവർത്തിച്ച കാരണം തല്ലും പിടുത്തവും തെറിയും വഴക്കും ഇല്ലാത്ത ദിവസങ്ങൾ തീരെ കുറവായിരുന്നു. ഈ അവസ്ഥയിൽ ഒരു വട്ടം ചെറുപ്പക്കാർ കൂടി ആലോചിച്ചു, ഇതിനൊരു പോംവഴി ഉണ്ടാകണമല്ലോ, ഇത് ഇവിടെ നിന്ന് മാറ്റണമല്ലോ. അപ്പോൾ അന്നൊന്ന് 400 മീറ്ററാണ് ദൂരപരിധി. അപ്പോൾ അതിന് മറ്റൊന്നും പറയാത്തതുകൊണ്ട് ഈ 400 മീറ്റർ പുറകോട്ട് കൊണ്ടുപോകണം എന്നും പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങി. അതിന് പ്രൊഫസർ MP മുഹമ്മദ് സാറിനെയൊക്കെ വരുത്തി ഏകദിന ഉപവാസം നടത്തി അങ്ങനെ നടന്നു. ആദ്യമേ ചാരാ ഷാപ്പ് പൂട്ടിപ്പോയി, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറേ വീണ്ടും കള്ള് ഷാപ്പിനെതിരെ സമരം നടന്നു. അതും ഷാപ്പിൻ്റെ പടിക്കലായിരുന്നു സമരം. അത് ദീർഘനാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് 400 മീറ്ററിന് പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അതങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ മാറ്റി സ്ഥാപിച്ച ചാരാ ഷാപ്പ് 400 മീറ്ററിന് പുറത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ച് ആ പ്രവർത്തനം തുടങ്ങി. ഉടനെ ഈ ചെറുപ്പക്കാരൊക്കെ കൂടുതൽ പറഞ്ഞു, അത് പറ്റിയല്ല, നമുക്ക് 400 മീറ്ററല്ല ദൂരപരിധിയല്ല പ്രശ്നം, നമ്മുടെ നാട്ടിൽ സാധനം വേണമെന്ന് എന്നും പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങി. അത് അനിശ്ചിതകാല സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഉപവാസ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഒരാൾ, അനിശ്ചിതകാല ഉപവാസ സമരമായിരുന്നു. 24 മണിക്കൂർ നേരത്തേക്ക് ഒരാൾ, അങ്ങനെ കുറേ നാളങ്ങനെ പിടിച്ചു. കള്ള് ഷാപ്പ് സ്ഥാപിച്ചിരുന്നിടത്ത് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നപ്പം കള്ള് ഷാപ്പിൻ്റെ ഉടമ തീരുമാനിച്ചു ഇനി കള്ള് ഷാപ്പിന് സ്ഥലം കൊടുക്കുന്നില്ലെന്ന്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ കള്ള് ഷാപ്പിൻ്റെ ഉടമ തന്നെ അതിനകത്തിരുന്ന് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി.
പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂട്ടുകാരും കൂടി അതിങ്ങനെ പ്രാർത്ഥന കൂട്ടായ്മ വലുതായി വന്നപ്പോഴത്തേക്കും ജെറിക്കോ പ്രാർത്ഥനാലയം എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെ ജെറിക്കോ പ്രാർത്ഥനാലയം അറിയപ്പെട്ടു. പകർച്ചവ്യാധി ഭയന്ന് ഒരിക്കൽ പൂട്ടിയിട്ട് പിന്നെ അത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതേവരെ. പക്ഷേ എന്തെങ്കിലും പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ കള്ള് ഷാപ്പും പോയി, ചാരാ ഷാപ്പും പോയി. വളരെ സ്വസ്ഥം, വളരെ നല്ലൊരു അന്തരീക്ഷം കുറുപ്പന്തറക്കവലയിൽ ഉണ്ടാക്കാൻ സാധിച്ചു. മദ്യനിരോധനം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പത്രം തന്നെ ഇറക്കി. പത്രം എന്ന് പറഞ്ഞാൽ 4 പേജുള്ള പത്രം. അത് 3000 പത്രം ഒഴിച്ച് കോട്ടയം ടൗൺ മുതൽ ഇങ്ങനെ വിതരണം ചെയ്തു. പത്രത്തിനകത്ത് വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചിലർ വിചാരിച്ച പത്രക്കാർ സമിതിക്ക് വേണ്ടിയിട്ട് ഇറക്കിയ പത്രമാണെന്നാണ് വിചാരിച്ചത്. അതൊന്നുമല്ലായിരുന്നു. ആ പത്രം എൻ്റെ സ്വന്തം അഭിപ്രായപ്രകാരം ശരിയാക്കിയായിരുന്നു. ഈ 4 പേജുള്ള പത്രം 3000 കോപ്പി. അതിനുവേണ്ട മാറ്റം മുഴുവൻ ഞാൻ തയ്യാറാക്കി. മാറ്റം തയ്യാറാക്കി തന്നെയല്ല, ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് ആവശ്യമുള്ള പരസ്യം പിടിച്ചത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ ആ കാര്യം അവസാനിച്ചു. ഏലിക്കുട്ടിയാണ് കുര്യൻ്റെ ഭാര്യ. 5 മക്കൾ. ശ്രീവാപുരത്ത് ഇളയ മകൻ സാജു കുര്യൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസം. ആദ്യമേ എനിക്ക് കിട്ടുന്നത് ഒരു അവാർഡെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് വെച്ച് ഗ്രാസ് ഹോപ്പർ പുരസ്കാരം എന്ന് പറയുന്ന, അതായത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഹാളിൽ വെച്ച് കൂടിയ സമ്മേളനമാണ്. അതിൽ കവി കുഞ്ഞുണ്ണി മാഷിൽ നിന്നാണ് പുരസ്കാരങ്ങൾ. അന്ന് 5100 രൂപയുടെ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും കൂടെ കൂടിയാണ് ഏറ്റിരുന്നത്. അപ്പോൾ ആ ചടങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത മുറിയിൽ വിശ്രമിച്ചിരുന്ന ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും വിവരം പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സംതൃപ്തി പ്രകടിപ്പിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ഒടുവിലത്തെ പുസ്തകം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കട്ടിലെ കിടപ്പ് തുടങ്ങിയിട്ട് 2 വർഷത്തിലധികമായി. ഒത്തിരി നാൾ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സമയം പോകാൻ അപ്പോഴത്തേക്കും പണ്ട് പഠിച്ച ആ കവിതകളെല്ലാം ഓരോന്നും ചകഞ്ഞ് ഓരോന്നും പാട്ടും ഓർമ്മ വന്നും എന്നിട്ട് ഈ മരുമകളെ കൊണ്ടോ കൊച്ചുമക്കളെ കൊണ്ടോ ഒക്കെ എഴുതിക്കും. അങ്ങനെ എഴുതി ആ പാട്ടുകളെല്ലാം ആയി. ആ പാട്ടുകളെല്ലാം തന്നെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇത് തന്നെ ഒരു പുസ്തകമാക്കിയാൽ ഒരു ചെറിയ പുസ്തകമാണല്ലോ. എനിക്ക് വിചാരിച്ചു 100 മഹത്വവചനങ്ങൾ ഞാൻ എഴുതിയിട്ടിരുന്ന 100 മഹത്വവചനങ്ങൾ, 75 പഴഞ്ചൊല്ലുകൾ, 50 പഴമൊഴികൾ, ഇതെല്ലാം കൂടെ കൂടി ഒരു പുസ്തകം അടിച്ചു. പുസ്തകം അടിച്ചു കഴിഞ്ഞിട്ട് അതും 1000 കോപ്പി അടിച്ചു. അതും ഇപ്പോൾ ഇങ്ങനെ കച്ചവടം എന്നുള്ള നിലയ്ക്കല്ല, ഫ്രീ ആയിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. ആരെങ്കിലും പൈസ തന്നു കഴിഞ്ഞാൽ ഒന്നിന് 50 പൈസ അല്ല, അതെ 50 രൂപയാണ് വില ഇട്ടിരിക്കുന്നെങ്കിലും തന്നാലും തന്നില്ലെങ്കിലും കൊടുക്കും. അങ്ങനെ ഇപ്പോൾ അതും കൊടുത്തുകൊണ്ടിരിക്കുക. 2006 എനിക്ക് അപകടം പറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അന്ന് മുതൽ മകനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ പേര് സാജു കുര്യൻ. ഞാനാണിപ്പോൾ ഈ പരിപാടി നടത്തുന്നത്. കുട്ടപ്പഞ്ചേട്ടൻ്റെ മക്കളിൽ രണ്ടാമത്തവനാണ് ഞാൻ. ഞങ്ങൾ 5 പേരാണ്. മൂത്തത് ഒരാളുണ്ട്, ഇളയൊരാൾ മരിച്ചുപോയി, പിന്നെ 2 പേര് വേറെ ഉണ്ട്. ഇപ്പം കുടുംബത്തിൽ ഫാദറിൻ്റെ കൂടെ ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടിയൊക്കെ നടത്തുന്നത് ഞാൻ തന്നെ ആണ്. പിന്നെ വൈഫും കൂടിയൊക്കെ സഹായിച്ചാണ് പരിപാടി ഓടിക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഇവിടെ പിന്നെ പൊടിക്കുന്നത് ഇവിടെയല്ല, നമ്മൾ വേറെ പൊടിപ്പിക്കുക. സംഗതിയെല്ലാം കൂട്ടെല്ലാം ഇവിടെ കൂട്ടി കൊണ്ടുപോയി പൊടിപ്പിച്ച് ഇവിടെ തന്നെ പാക്ക് ചെയ്ത് ഓരോ സ്പോട്ടിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ മാത്രമായിട്ട് കൊണ്ടുപോയി അവർ വിളിച്ചു വരുമ്പം കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണ് ഇപ്പം പരിപാടി നടക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ പിന്നെ 4 തരം ഉൽപ്പന്നങ്ങൾ കൂടെ രൂപം കൊടുത്തു. അങ്ങനെ 8 4 12 കൂട്ടം ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹ ഹെർബൽ പ്രൊഡക്ട്സ് എന്നുള്ള പേരിൽ ഇപ്പോഴും വിറ്റഴിയുന്നുണ്ട്. ഇതിനോടിടയ്ക്ക് ഒരു വക്കീൽ പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ സാധനത്തെ പറ്റി നല്ല അഭിപ്രായമാണ്, അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പേര് വേറെ ആരെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേര് സ്വീകരിക്കാൻ പറ്റിയില്ല, ട്രേഡ് മാർക്ക് നോക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനൊക്കെ കാശ് മുടക്കേണ്ട, കാശൊന്നുമില്ലെന്ന് പറഞ്ഞു. കാശൊക്കെ ഉണ്ടാകുമ്പോൾ തന്നാൽ മതി, വേണമെങ്കിൽ ഞാൻ ട്രേഡ് മാർക്ക് എടുത്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ ബന്ധത്തിൽ ട്രേഡ് മാർക്ക് എടുത്തു തന്നു. അനുഗ്രഹ ഹെർബൽ പ്രൊഡക്ട്സ് എന്നുള്ള പേരിൽ എടുത്തു തന്നു. അത് അന്ന് 90 തുടങ്ങിയത് ഇന്നും അത് എറണാകുളം, മട്ടാഞ്ചേരി, ഇവിടെ കൂടാണ്ട് വാഴൂർ, ഈരാറ്റുപേട്ട, ഇവിടെ ജില്ലയെല്ലാം, കോട്ടയം, ഇവിടെയെല്ലാം ഇപ്പോൾ ഈ സാധനങ്ങൾ
കുറുപ്പന്തറ കുറവഞ്ഞാൽ ഇവിടെ എല്ലാം ഇപ്പോഴും നടക്കുന്ന ആ കാര്യങ്ങൾ. 80 വർഷം മുമ്പ് ഇന്നത്തെ ഈ ബൈബിൾ കുടുംബങ്ങളിൽ പ്രാർത്ഥന കഴിഞ്ഞ് വായിക്കുന്നത് പോലെ തന്നെ എൻ്റെ അമ്മ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു നിത്യാരാധന പറയുന്ന ഒരു വലിയ പുസ്തകം ഉണ്ടായിരുന്നു. അത് ദിവസവും കുറച്ച് വായിക്കുമായിരുന്നു. വായിച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്തുതിപ്പ് പാടുമായിരുന്നു. അങ്ങനെ പാടിയ 2 പാട്ടുകൾ നല്ലപോലെ എനിക്കറിയാം. എന്തോ നീ തിരഞ്ഞു വന്നേ വൻഭാവിയുള്ളിൽ, എന്തോ നീ തിരഞ്ഞു വന്നു, എന്താ നിന്തിരുപ്പാത ചന്ദർകളണി വെട്ടി, ടന്തമില്ലാതെ രക്തം ചിന്തിക്കീഴുന്നു. ആണ്ടിനാണ്ടിന് മുഴുവൻ കുട്ടികളെയും 100% വിജയത്തോടെ പാസ്സാക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങേരോടൊന്ന് ചോദിക്കണം അന്നത്തെ ഈ 2ാം ക്ലാസ്സുകാരൻ്റെ പഠന മികവിനെക്കുറിച്ചും പാഠ്യഭാഗങ്ങൾ അക്ഷരം പ്രതി ഓർത്തിരിക്കുന്നത് എങ്ങനെയെന്നും. എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് നേടിയിട്ടും ഇന്നും നേരാവണ്ണം അക്ഷരം തെറ്റാതെ എഴുതാൻ കഴിയാത്തവരും പരീക്ഷ കഴിഞ്ഞ പിറ്റേന്ന് തന്നെ പാഠഭാഗങ്ങൾ മറക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് ഈ വല്യപ്പൻ നൽകുന്നത് നല്ല പാഠങ്ങളാണെന്ന് പറയാതെ വയ്യ.